എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 12ാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥ കേൾക്കാം. 12ാം ദിനവും ഭോജരാജാവ് പതിവ് പോലെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് സിംഹാസനാരോഹണത്തിനായി എത്തിച്ചേർന്നു. അന്നും ചടങ്ങുകളൊന്നും നടക്കാനിടയില്ല എന്നറിഞ്ഞിട്ടും അതിനുള്ള ശ്രമം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മാത്രമല്ല, മുൻപിൽ തടസ്സങ്ങൾ കണ്ടാൽ അതിനെ മറികടക്കാനുള്ള കരുത്തും കാത്തിരിക്കാനുള്ള ക്ഷമയും അദ്ദേഹത്തിന് വേണ്ടുവോളം ഉണ്ടായിരുന്നു. പടി കയറി 12ാമത്തെ തട്ടിൽ എത്തിയ ഭോജരാജാവിന് അന്നും മുന്നോട്ട് നീങ്ങാൻ തടസ്സം അനുഭവപ്പെട്ടു. 12ാമത്തെ പടിയിലെ സാലഭഞ്ജികം ഒഴിഞ്ഞു. സത്യം പറയൂ ഭോജരാജൻ, സിംഹാസനാരോഹണ ശ്രമം ഉപേക്ഷിച്ച് കഥ കേൾക്കൽ മാത്രമായി അങ്ങയുടെ ഉദ്യമമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും സാലഭഞ്ജികമാരുടെ വാക്കുകൾ അങ്ങ് അവഗണിച്ചതായി ഞാൻ കരുതുന്നില്ല. ഭോജരാജാവ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു. ആരു തടഞ്ഞാലും ഞാൻ എൻ്റെ യത്നം തുടരുക തന്നെ ചെയ്യും. ഒന്ന്, ന്യായമാർഗേണ ഞാൻ കണ്ടെത്തി സ്വന്തമാക്കിയതാണ് ഈ സിംഹാസനം. 2, മണ്ണിനടിയിൽ ഉപേക്ഷിക്കപ്പെടാതെ അർഹമായ ആദരവ് ഈ ഇരിപ്പിടത്തിന് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അതിനാൽ സിംഹാസനത്തെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ല. ഈ സിംഹാസനം വാണ വിക്രമാദിത്യ ചക്രവർത്തിയെപ്പറ്റി ഇനിയും അറിയണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യം നിന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക, പിന്നെ നിങ്ങളുടെ ചക്രവർത്തിയുടെ വിജയഗാഥ തുടരുക, ഭോജരാജാവ് കൽപ്പിച്ചു. കീർത്തന എന്നാണ് എൻ്റെ പേര്. വിക്രമാദിത്യ ചക്രവർത്തിയുടെ അനന്യമായ ബുദ്ധിശക്തിയെയും ധീരതയെയും വെളിവാക്കുന്ന ഒരു സംഭവം പറയാം, കേട്ടോളൂ. കീർത്തന കഥ തുടങ്ങി. വംഗദേശം വാണ വജ്രപ്രഭൻ എന്ന രാജാവിന് ഒരേയൊരു പുത്രി. അവളുടെ പേര് പ്രഭാമയി എന്നായിരുന്നു. സൂര്യവെളിച്ചം പോലുള്ള ബുദ്ധിശക്തിയും നിലാവിൻ്റെ ആർദ്രതയും ഉണ്ടായിരുന്ന സുന്ദരാംഗിയായിരുന്നു പ്രഭാമയി. കലയിലും ശാസ്ത്രവിഷയങ്ങളിലും അവൾ മികവ് തെളിയിച്ചു. രാജകുമാരിക്ക് പറ്റിയ ഒരു വരനെ അന്വേഷിച്ച് വജ്രപ്രഭൻ വിവിധ ദേശങ്ങളിലേക്ക് ആളുകളെ അയച്ചു. അക്കാലത്ത് അസ്തഗിരിയിൽ ധൂമമുഖൻ എന്നു പേരായ ഒരു രാക്ഷസനുണ്ടായിരുന്നു. ഇന്ദ്രജാലവും മായാപ്രയോഗവും വേണ്ടുവോളം വശത്താക്കിയ ആ രാക്ഷസൻ അസാമാന്യ ബാഹുബലത്തിനും ഉടമയായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് രാജകുമാരിമാരെ തട്ടിയെടുത്ത് തടവിൽ പാർപ്പിച്ചിട്ടുള്ള അവൻ്റെ പേര് കേട്ടാൽ ഏതൊരു ധീരനും കിടുങ്ങി വിറയ്ക്കുമായിരുന്നു. സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? രാക്ഷസന്റെ കണ്ണ് പ്രഭാമയിയുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ചാരന്മാർ വഴി രാജാവിന് വിവരം കിട്ടി. ആ വാർത്ത കേട്ട് അദ്ദേഹം ഞെട്ടിവിറച്ചു. വജ്രപ്രഭന് രാജകുമാരിയുടെ സുരക്ഷയോർത്ത് ഊണും ഉറക്കവും ഇല്ലാതെയായി. എത്ര ഭടന്മാരെ നിയോഗിച്ചാലും ധൂമമുഖനെ എതിരിടാൻ പോരുമോ എന്ന് സംശയമാണ്. ഏതു കോണിൽ ഒളിപ്പിച്ചാലും രാക്ഷസന്റെ കണ്ണ് അവിടെ എത്തും. അവനോട് ഏറ്റുമുട്ടാൻ ഒരു രാജാവിനുള്ള സൈന്യബലം തികച്ചും അപര്യാപ്തമാണ്. എന്ത് വില കൊടുത്തും തൻ്റെ പുത്രിയെ രക്ഷിക്കണം എന്ന് രാജാവ് ഉറച്ചു. അതിനായി അദ്ദേഹം കണ്ടെത്തിയ വഴി രാജകുമാരിയെ ഉജ്ജയിനിയിൽ എത്തിക്കുക എന്നതായിരുന്നു. വിക്രമാദിത്യ തലസ്ഥാനമായ ഉജ്ജയിനിയിൽ കടക്കാൻ ഒരു രാക്ഷസനും ധൈര്യപ്പെടില്ല. ഉജ്ജയിനിയിൽ വിക്രമാദിത്യൻ കാടാറുമാസ ജീവിതത്തിന് തയ്യാറെടുക്കുന്ന അവസരത്തിലായിരുന്നു വജ്രപ്രഭൻ കന്യകയുമായി അവിടെ എത്തിയത്. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയതേയില്ല. വിക്രമാദിത്യനോട് തൽക്കാലം വിവരം ധരിപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം അദ്ദേഹം വനസഞ്ചാരത്തിനുള്ള പുറപ്പാടിലാണ്. ഉജ്ജയിനിയിൽ വലിയൊരു വീട് പണിത് വജ്രപ്രഭൻ കുമാരിയെ അവിടെ താമസിപ്പിച്ചു. കുമാരിക്ക് തോഴിമാരെയും വീട് കാക്കാൻ തടിമാടന്മാരായ വേലക്കാരെയും നിയമിച്ചു. അതിനുശേഷമേ വജ്രപ്രഭന് സമാധാനമായുള്ളൂ. വജ്രപ്രഭൻ തൻ്റെ നാട്ടിലെത്തി രാജ്യഭരണം തുടർന്നു. കുമാരി എവിടെയെന്ന കാര്യം പരമരഹസ്യമാക്കി വയ്ക്കുകയും ചെയ്തു. എങ്കിലും പ്രഭാമയുടെ ചില തോഴിമാരുടെയും മറ്റും വീടുകളിൽ വിവരം അറിയാമായിരുന്നു. അവരുടെ ബന്ധുക്കൾക്കും
കുമാരി എവിടെയുണ്ടെന്ന കാര്യം അജ്ഞാതമല്ലായിരുന്നു. പ്രഭാമയിയെ തേടി ധൂമമുഖൻ വങ്കദേശത്തെത്തുക തന്നെ ചെയ്തു. പല വേഷത്തിൽ കറങ്ങി നടന്നിട്ടും പ്രഭാമയി എവിടെയെന്നത് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രാക്ഷസന് കോപം കലശലായി. എങ്കിൽ ആ രാജാവിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്നവൻ തീരുമാനിച്ചു. ഒരു സഞ്ചാരിയുടെ വേഷത്തിൽ രാക്ഷസൻ ഒരു നാൾ കൊട്ടാരത്തിലെ ഒരു സേവകന്റെ വീട്ടിലെത്തി. ആളറിയാതെ സേവകൻ അയാൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും മറ്റും നൽകി. അതിന് പ്രതിഫലമായി സഞ്ചാരി കുറെ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തപ്പോൾ സേവകന് ബഹുസന്തോഷം. അത്താഴമൊക്കെ കഴിഞ്ഞ് സേവകനുമായി കുശലം പറഞ്ഞിരുന്ന സഞ്ചാരി ഇടയിൽ ചോദിച്ചു, നമ്മുടെ വജ്രപ്രഭന് ആൺമക്കളാരുമില്ലേ? രാജാവിന് ഒരു പെൺകുട്ടി മാത്രമേയുള്ളൂ, സേവകൻ മറുപടി നൽകി. എൻ്റെ രാജ്യമായ ശ്വേതപുരിയിലെ രാജകുമാരൻ വധുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചാൽ നമുക്ക് കുറെ സമ്മാനങ്ങൾ ഉറപ്പാണ്, സഞ്ചാരി പറഞ്ഞു. ഏയ്, ഇപ്പോൾ ആരെയും അറിയിക്കണ്ട, രാജകുമാരി സ്ഥലത്തില്ല, സേവകൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മാതൃഗൃഹത്തിലോ വല്ലതും പോയതാകും, ഉടൻ മടങ്ങി വരുമല്ലോ. അതൊന്നുമല്ല സംഗതി. രാജാവ് രാക്ഷസനെ പേടിച്ച് കുമാരിയെ വേറൊരു രാജ്യത്ത് കൊണ്ടുവിട്ടിരിക്കുകയാണ്. അതേതു രാജ്യം? രാക്ഷസൻ അവിടെ എത്തിയാലോ? അതു നടപ്പില്ല. സാക്ഷാൽ വിക്രമാദിത്യന്റെ ഉജ്ജയിനിലാണ് കുമാരി ഇപ്പോൾ. അവിടെ ഏതായാലും ഒരു രാക്ഷസനും ചെന്നുപെടില്ല, സേവകൻ അവന്റെ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു. സഞ്ചാരി പിന്നൊന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം ആ സഞ്ചാരി ഉജ്ജയിനിയിലെത്തി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഭാമയി ഏത് സൗധത്തിലാണ് താമസിക്കുന്നതെന്ന് അവനറിയാൻ കഴിഞ്ഞു. ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ പ്രഭാമയിയെ താമസിപ്പിച്ചിട്ടുള്ള സൗധത്തിനു മുന്നിൽ അവനെത്തി. അവനോടൊപ്പം ഒരു ചെറിയ നായയും ഉണ്ടായിരുന്നു. ഭിക്ഷക്കാരനായതിനാൽ കാവൽക്കാർ ഗൗനിക്കാനേ പോയില്ല. രാജകുമാരി ഒരു പാത്രത്തിൽ അവന് ഭിക്ഷ നൽകി. അപ്പോഴേക്കും തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന എന്തോ ഒരു തരം ഭസ്മം കുമാരിയുടെ മേലേക്ക് അവൻ വലിച്ചെറിഞ്ഞു. ആ നിമിഷം പ്രഭാമയി ഒരു നായയായി രൂപം മാറി. തൻ്റെ കൂടെയുണ്ടായിരുന്ന നായയെ ഓടിച്ചുവിട്ട് അതിൻ്റെ കഴുത്തിൽ ബന്ധിച്ചിരുന്ന വള്ളി കൊണ്ട് കുമാരിയെ ബന്ധിച്ച് അവൻ പുറത്തേക്ക് നടന്നു. കാവൽക്കാർ നോക്കി നിൽക്കെ നായയായി മാറിയ കുമാരിയെ വലിച്ചുകൊണ്ട് അവൻ നടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ തോഴിമാർ കുമാരിയെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പ്രഭാമയെ കാണാനില്ലെന്ന വസ്തുത അവരറിഞ്ഞത്. ഏതാനും നാഴികകൾക്കുള്ളിൽ വജ്രപ്രഭന്റെ കൊട്ടാരത്തിൽ വിവരമറിഞ്ഞു. വാർത്ത കേട്ട രാജ്ഞി ബോധരഹിതയായി നിലംപതിച്ചു. വജ്രപ്രഭനാകട്ടെ ഞെട്ടിത്തെറിച്ച് കുറെ നേരം അങ്ങനെ ഇരുന്നു പോയി. ഉജ്ജയിനിയിലെങ്കിലും അവൾ സുരക്ഷിതയായിരിക്കും എന്നു കരുതിയതും പിഴച്ചല്ലോ ഈശ്വര. വിക്രമാദിത്യ ചക്രവർത്തിയെ വിവരമറിയിക്കാഞ്ഞതും ശരിയായില്ല. അദ്ദേഹത്തിൻ്റെ അറിവോടെയായിരുന്നു കുമാരി അവിടെ താമസിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. വിക്രമാദിത്യ ചക്രവർത്തി കാടാറു മാസത്തിന് പുറപ്പെട്ടെന്നും വങ്കദേശം വഴിയാകും അദ്ദേഹം യാത്ര ചെയ്യുക എന്നും രാജാവ് അറിഞ്ഞു. അദ്ദേഹത്തെ എങ്ങനെയും കണ്ടെത്തണം. അതിനായി അദ്ദേഹം തൻ്റെ ചാരന്മാരെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിരത്തി. മാത്രമല്ല, വിക്രമാദിത്യ ചക്രവർത്തിക്ക് സ്വാഗതം എന്നൊരു കമാനമൊരുക്കി രാജ്യാതിർത്തിയിൽ സ്ഥാപിച്ചു. അതിന് സമീപത്തായി ഒരു സത്രവും ഒരുക്കി. ആ വഴി അദ്ദേഹം കടന്നു വന്നാൽ ഉടൻ വിവരമറിയിക്കണം എന്നു ചട്ടം കെട്ടി 2-3 ഭടന്മാരെയും നിയോഗിച്ചു. രാജ്ഞിയും രാജാവും പരദേവതയുടെ മുന്നിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി എന്നു തന്നെ പറയട്ടെ. വങ്കദേശത്തിൻ്റെ അതിർത്തി കടന്ന് മുന്നോട്ടു പോയ നേരം വിക്രമാദിത്യൻ തനിക്ക് സ്വാഗതമോതുന്ന കമാനം കണ്ടു. ഇതെന്തു തമാശ എന്ന് അദ്ദേഹം മനസ്സിലോർത്തു. സമീപത്തു കണ്ട സത്രത്തിലെത്തി അവിടുത്തെ കാര്യക്കാരനോട് അദ്ദേഹം വിവരം അന്വേഷിച്ചു. വിക്രമാദിത്യ ചക്രവർത്തി എന്നൊരാൾ ഇതുവഴി വന്നാൽ രാജാവിനെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് നമുക്കറിയില്ല. രാജകൽപ്പനയല്ലേ,
അനുസരിക്കുകയേ തരമുള്ളൂ, കാര്യക്കാരൻ നിസ്സംഗഭാവത്തിൽ പറഞ്ഞു. എങ്കിൽ നിങ്ങളുടെ രാജാവിനെ വേഗം വിവരമറിയിക്കുക. ഞാനാണ് ആ വിക്രമാദിത്യൻ. അത് കേട്ടപാടെ കാര്യക്കാരൻ ഒന്ന് അന്താളിച്ചു. വിശ്വാരാധ്യനായ ആ ചക്രവർത്തി ഇതാ തൻ്റെ മുന്നിൽ. വേഗം തന്നെ ഇരിപ്പിടം നൽകി ഉപചാരങ്ങൾ അർപ്പിച്ച് അയാൾ രാജാവിനെ വിവരമറിയിക്കാൻ ഭടനെ അയച്ചു. വിക്രമാദിത്യ ചക്രവർത്തി തൻ്റെ രാജ്യത്തെത്തി എന്ന വാർത്ത വേനലറുതിയിൽ ഭൂമിയിലെത്തിയ കാലവർഷക്കാറ്റുപോലെ ആഹ്ലാദദായകമായി. രാജാവ് വേഗം തന്നെ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. പിന്നെ തൻ്റെ ദുഃഖങ്ങളുടെ ഭാണ്ഡക്കെട്ട് തുറന്നു. ഉജ്ജയിനിലെത്തി അവൻ കന്യകയെ തട്ടിക്കൊണ്ടുപോയെന്നോ? വിക്രമാദിത്യൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, അങ്ങനെയാണ് സംഭവിച്ചത്. ഇതുപോലെ പല രാജകുമാരിമാരെയും അവൻ തട്ടിയെടുത്തിട്ടുണ്ട്. അസ്തഗിരിയിലാണ് അവൻ്റെ വാസം എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിപ്പറ്റുക അസാധ്യമാണ്. രാജാവ് തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. രാജാവിൻ്റെയും രാജ്ഞിയുടെയും അപേക്ഷ സ്വീകരിച്ച് പ്രഭാമയ്യെ കണ്ടെത്താനുള്ള ചുമതല വിക്രമാദിത്യൻ സ്വീകരിച്ചു. ദുർഗാദേവിയെ തൊഴുത് അനുഗ്രഹങ്ങൾ വാങ്ങി അദ്ദേഹം വേതാളത്തിൻ്റെ സഹായത്തോടെ അസ്തഗിരിയിലെത്തി. നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ വലിയൊരു മലയായിരുന്നു അത്. നടന്നു പോകാനാകാത്തവണ്ണം വള്ളികളും ഉരുളൻ പാറകളും നിറഞ്ഞ ഘോരവനം. മലഞ്ചെരുവിലുള്ള അല്പം തുറസായ ഒരു സ്ഥലത്തെത്തി സമീപത്തു കണ്ട ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം വിശ്രമിച്ചു. ആ സമയം ആകാശമാർഗത്തിൽ ചരിക്കുന്ന ശ്രീഗരുഡനെ അദ്ദേഹം കണ്ടു. ഇരു കൈകളും കൂപ്പി അദ്ദേഹം ഗരുഡനെ വന്ദിച്ചു. ശ്രീഗരുഡൻ മെല്ലെ താഴേക്ക് വന്നു. അല്ലയോ വിക്രമാദിത്യ ചക്രവർത്തി, അങ്ങയെപ്പറ്റി ഞാനിപ്പോൾ സ്മരിച്ചതേയുള്ളൂ. ഇത്ര എളുപ്പം കാണാനായതിൽ സന്തോഷം. അങ്ങ് എന്തിനാണ് ഈയുള്ളവനെ ഓർമ്മിച്ചതെന്ന് സദയം അരുളി ചെയ്താലും, വിക്രമാദിത്യൻ വിനയാന്യുതനായി ആവശ്യപ്പെട്ടു. ഈ മലയുടെ തെക്കുഭാഗത്ത് ധൂമമുഖൻ എന്ന രാക്ഷസന്റെ തടവിൽ അനേകം കന്യകമാർ കുടുങ്ങിയിരിക്കുകയാണ്. അതുവഴി പറന്നപ്പോൾ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ടു. ഉയർന്നു പറന്ന എന്നെ നോക്കി അവർ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു. വിക്രമാദിത്യ ചക്രവർത്തി ദൗത്യം ഏറ്റെടുത്തുവെന്നും അവർക്ക് രക്ഷ ഉടൻ ഉണ്ടാകുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. ഗരുഡൻ വിശദീകരിച്ചു. ആ രാക്ഷസൻ അസാധാരണ കായബലമുള്ളവനാണെന്ന് കേട്ടു. അയാളെ എങ്ങനെയാണ് നേരിടുക? വിക്രമാദിത്യൻ ചോദിച്ചു. അതു ശരിയാണ്. അയാൾ കരുത്തനും മായാജാലക്കാരനുമാണ്. പക്ഷേ ഏതു പ്രശ്നത്തിലും ഒരു പോംവഴി ഒളിഞ്ഞു കിടപ്പുണ്ടാവും. വിക്രമാദിത്യൻ്റെ വരവ് ധൂമമുഖന്റെ പതനത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. ഇവിടെ നിന്ന് സുവേരത്തിലേക്കാണ് അങ്ങ് പോകേണ്ടത്. ആ നാടിൻ്റെ രക്ഷയിൽ ധൂമമുഖന്റെ അന്ത്യം തെളിയും. സുവീരത്തിലെ രാജകുമാരിയെ വിഷമിപ്പിക്കുന്ന സർപ്പത്തിനെ അങ്ങ് കണ്ടുമുട്ടും. അതിനെ കൊന്ന് ഭസ്മമാക്കണം. ആ ഭസ്മം ധൂമമുഖന് മരണകാരണമാണ്. ഇത്രയും പറഞ്ഞ് വിക്രമാദിത്യന് വിജയാശംസകൾ നേർന്ന് ഗരുഡൻ ഉയർന്നു പറന്നു. ഗരുഡനെ വീണ്ടും വന്ദിച്ച് വിക്രമാദിത്യൻ സുവീരദേശത്തേക്ക് പുറപ്പെട്ടു. സുവീരദേശത്തെ രാജകുമാരിയായ കനകലത ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു. അവളെ വിവാഹം കഴിച്ചവരൊക്കെ പിറ്റേന്ന് മൃതശരീരമായി കിടക്കുന്നതാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അതിനാൽ കനകലതയെ വിവാഹം കഴിക്കാൻ ആരും തന്നെ തയ്യാറായി മുന്നോട്ട് വന്നില്ല. രാജ്യം ഭരിക്കാൻ ആളില്ലാതെ രാജ്യം അനാഥമായിരിക്കുന്നു. തനിക്ക് കൂട്ടായി ഒരു ഭർത്താവില്ലാതെ കനകലതയും അനാഥയായി കഴിയുന്നു. ആ രാജ്യമെങ്ങും ശോകം തളം കെട്ടി നിൽക്കുകയാണ്. സുവീരത്തെ രക്ഷിക്കുന്നത് വഴി രാക്ഷസനെ നേരിടാനും കഴിയുമെന്നാണല്ലോ ഗരുഡൻ അരുളിയത്. അതിനാൽ ആ നാടിനെ ഗ്രഹിച്ചിരിക്കുന്ന ദുരന്തത്തിന് അറുതി വരുത്തണമെന്ന് വിക്രമാദിത്യൻ തീർച്ചപ്പെടുത്തി. വിക്രമാദിത്യൻ നേരെ കൊട്ടാരത്തിലെത്തി താൻ ഒരു നാൾ കൊട്ടാരത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള സൗകര്യം നൽകണമെന്നും അപേക്ഷിച്ചു. സ്വബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനും ആ കൊട്ടാരത്തിലേക്ക് കയറുകയോ
കനകലതയെ കാണുകയോ ചെയ്തിരുന്നില്ല. അവളെ ഏതോ ഒരു ഭൂതം ആവേശിച്ചിട്ടുണ്ടെന്നായിരുന്നു അവരുടെ വിശ്വാസം. കനകലതയെ വിവാഹം കഴിക്കാൻ പലരും തയ്യാറായി വന്നിരുന്നുവെങ്കിലും കൊട്ടാരത്തിലെത്തി ഒരു ദിവസത്തിനപ്പുറം അവർ ജീവിച്ചിരുന്നതായി കണ്ടിട്ടില്ല. അതിനാൽ ഇപ്പോൾ ആ കൊട്ടാരത്തിലേക്ക് കടന്നു വരാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു യുവാവ് സ്വമേധയാ കൊലക്കളത്തിലേക്ക് കഴുത്തുനീട്ടിയെത്തുന്നത്. വിക്രമാദിത്യനെ സ്വീകരിച്ചിരുത്തി സേവകർ കുളിക്കാനും മറ്റുമുള്ള ഏർപ്പാടുകൾ ചെയ്തു. കുളിയും ജപവുമെല്ലാം കഴിഞ്ഞ് കനകലതയുടെ ശയനഗൃഹത്തിൽ അദ്ദേഹം എത്തി. ഒരു മഞ്ചത്തിൽ സുഖനിദ്രയും തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ കനകലതയും അവിടെ എത്തി ഉറങ്ങാൻ ആരംഭിച്ചു. ആ സമയം വിക്രമാദിത്യൻ മെല്ലെ കണ്ണു തുറന്നു. കനകലത നല്ല ഉറക്കത്തിലാണ്. ദൂരെ പാതിരാക്കിളി ചിലച്ചു. അപ്പോൾ കനകലതയുടെ നാസാരന്ധത്തിൽ നിന്ന് വെളുത്ത പുകയെന്ന വണ്ണം എന്തോ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. പുറത്തെത്തിയതോടെ അതിൻ്റെ രൂപം മാറി. അതൊരു സർപ്പമായിരുന്നു. വിക്രമാദിത്യൻ കിടന്ന കട്ടിലിനു നേരെ അതിഴയാൻ തുടങ്ങി. ക്ഷണനേരത്തിനുള്ളിൽ അതിനെ ഒറ്റവെട്ടിന് വിക്രമാദിത്യൻ കാലപുരിയിലേക്ക് അയച്ചു. എന്നിട്ട് ആ ഉടൽ തീയിലിട്ട് ഭസ്മമാക്കി. ഭസ്മമെടുത്ത് ചെറിയൊരു പാത്രത്തിലാക്കി മൂടി കൊണ്ടടച്ച് വേതാളത്തെ ഏൽപ്പിച്ചു. ധൂമമുഖനെ നേരിടുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമുണ്ടാകും, വിക്രമാദിത്യൻ പറഞ്ഞു. അതിനുശേഷം സുഖമായി ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കൊട്ടാരത്തിൽ നിന്ന് പതിവ് പോലെ മരണവാർത്ത പുറത്തേക്ക് വന്നില്ല. കാലത്ത് കുളിയും സന്ധ്യാവന്ദനാദി അനുഷ്ഠാനങ്ങളും കഴിഞ്ഞ് സുസ്മേരവദനായിരിക്കുന്ന വിക്രമാദിത്യനെയാണ് രാജ്യവാസികൾ കണ്ടത്. പറയൂ, അങ്ങ് ആരാണ്? ഇന്നലെ തന്നെ ഇത് ചോദിക്കേണ്ടതായിരുന്നു. എന്നാൽ മരണത്തെ പുൽകാൻ പോകുന്ന ഒരാളോട് കുലമഹിമ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് കരുതി മൗനം പൂണ്ടു എന്നേയുള്ളൂ, കൊട്ടാരത്തിലെത്തിയ മന്ത്രിപ്രമുഖൻ ചോദിച്ചു. ഉജ്ജയിനിയിലെ വിക്രമാദിത്യനാണു ഞാൻ. വിക്രമാദിത്യൻ്റെ ആ മറുപടി കേട്ടതോടെ രാജ്യവാസികൾ ആവേശത്തോടെ അദ്ദേഹത്തിന് ജയ് വിളിച്ചു. നോക്കൂ, ഈ നാടിനെയും കനകലതയെയും ഗ്രഹിച്ച ബാധ അകന്നു പോയിരിക്കുന്നു. ഇനി കൊട്ടാരത്തിൽ വസിക്കാൻ ഒരു കുമാരനും ഭയപ്പെടേണ്ടതില്ല, വിക്രമാദിത്യൻ അവർക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് പറഞ്ഞു. അതോടെ സുവീരമെന്ന നാടിന് ശ്വാസഗതി തിരികെ കിട്ടി. ഉജ്ജയിനിയുടെ കീഴിൽ കഴിയാൻ അനുവദിക്കണമെന്ന് രാജകുമാരിയും രാജ്യവാസികളും വിക്രമാദിത്യനോട് അപേക്ഷിക്കുകയും അദ്ദേഹം അത് കൈക്കൊള്ളുകയും ചെയ്തു. ഇനി നമുക്ക് അസ്തഗിരിയിലേക്ക് പോകാം, വിക്രമാദിത്യൻ വേതാളത്തോട് പറഞ്ഞു. പകൽ കഴിയാൻ 5 നാഴിക ബാക്കി നിൽക്കെ വിക്രമാദിത്യനും വേതാളവും അസ്തഗിരിയിലെത്തി. മലയുടെ തെക്കേ ചെരുവിൽ ഇടതൂർന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ദുർഘട സ്ഥാനത്ത് അവർ രാക്ഷസന്റെ ഗുഹ കണ്ടെത്തി. അതിനുള്ളിൽ പ്രഭാമയി അടക്കം 100 കണക്കിന് കന്യകമാർ വിവശത പൂണ്ട് കഴിയുന്നുണ്ടായിരുന്നു. വിക്രമാദിത്യന്റെ വരവ് അവരെ ആനന്ദതുന്തിലരാക്കി. തങ്ങളുടെ കഷ്ടകാലം അവസാനിച്ചതായി അവർ അറിഞ്ഞു. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു, രാക്ഷസൻ മടങ്ങി വരാറായിരിക്കുന്നു. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. രാക്ഷസന് രാത്രി കരുത്തുകൂടും. മാത്രമല്ല, അവൻ മായാവിയുമാണ്. നാളെ വെളിച്ചമാകുന്നതുവരെ കാക്കുക. അതിനുശേഷം ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതിനുശേഷം വിക്രമാദിത്യൻ ചില നിർദ്ദേശങ്ങൾ അവർക്കു നൽകി. പിന്നീട് വേതാളത്തെ വാഹനമാക്കി അവിടെ നിന്ന് മറഞ്ഞു. ഇരുട്ടിയ നേരം രാക്ഷസൻ തൻ്റെ ഗുഹയിലെത്തി. പിന്നെ അന്നു ശേഖരിച്ച മാംസകഷ്ണങ്ങളെല്ലാം കൂട്ടിയിട്ട് വിശാലമായ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് മുക്രയിട്ട് ഉറക്കവും തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന രാക്ഷസൻ അവിടെയെല്ലാം ചുറ്റി നടന്ന് മണം പിടിച്ച ശേഷം ഒന്നലറി. ഇന്നലെ ഇവിടെ ആരാണ് വന്നത്? പറയൂ. തടവിൽ കിടന്ന കുമാരിമാർ ഭയന്നുപോയി. അവരിലൊരാൾ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ പറഞ്ഞു, ഏതോ ഒരു രാജാവ് ഇവിടെ എത്തി. ഞങ്ങളെ ഇന്ന് കാലത്ത് രക്ഷിക്കുമെന്ന് പറഞ്ഞ് സൈന്യത്തെ കൂട്ടാൻ താഴേക്ക് പോയി. താഴെ ആൽമരച്ചുവട്ടിലാണ് അയാൾ കൂടാരം കെട്ടിയതെന്നും പറഞ്ഞു. അത് കേട്ടതോടെ
കലി കയറിയ രാക്ഷസൻ നേരെ ആൽച്ചുവട്ടിലേക്ക് പാഞ്ഞു. അവിടെ ഒരു പാറയുടെ മുകളിൽ രാക്ഷസനെ കാത്തിരിപ്പായിരുന്നു വിക്രമാദിത്യൻ. ഓടിയെത്തിയ രാക്ഷസൻ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കടുവയായി മാറി. വിക്രമാദിത്യനു നേരെ ആ കടുവ കുതിച്ചെത്തി. വിക്രമാദിത്യൻ തൻ്റെ വാളെടുത്ത് കടുവയെ വെട്ടി. മുറിവേറ്റ കടുവ രൂപം മാറി ആനയായി. അടുത്ത നിമിഷം അത് കൊമ്പുകുലുക്കി പാഞ്ഞു വന്നു. പിന്നിലൂടെ എത്തിയ വേതാളം ആനയെ മറിച്ചിട്ടു. അവിടെ നിന്ന് ഒരു പുള്ളിപ്പുലിയുടെ രൂപം ധരിച്ച് അവൻ ഉരുണ്ടെണീറ്റു. ഒറ്റവെട്ടിന് പുലിയുടെ 2 കാലും വിക്രമാദിത്യൻ മുറിച്ചു കളഞ്ഞു. നിലത്ത് വീണ പുലി വീണ്ടും രൂപം മാറുന്നതിന് മുൻപേ വിക്രമാദിത്യൻ വേതാളത്തിൻ്റെ കയ്യിൽ നിന്ന് തലേന്ന് നൽകിയ ഭസ്മപാത്രം വാങ്ങി അതിനുമേൽ കുടഞ്ഞിട്ടു. വേദന സഹിക്കവയ്യാതെ ആ മൃഗം നിലത്ത് കിടന്ന് തുള്ളി. രൂപം മാറാനുള്ള അവൻ്റെ ശക്തി അതോടെ ചോർന്നുപോയി. വിക്രമാദിത്യൻ പിന്നീട് സമയം കളഞ്ഞില്ല. രാക്ഷസനെ പലതായി വെട്ടിനുറുക്കി അദ്ദേഹം തീയിലെരിച്ചു. അതോടെ രാക്ഷസന്റെ വാഴ്ച അവസാനിച്ചു. രാക്ഷസൻ തടവിലാക്കിയ കന്യകമാരെ മോചിപ്പിച്ച് വിക്രമാദിത്യൻ ഉജ്ജയിനിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവരുടെ മാതാപിതാക്കളെ വരുത്തി എല്ലാവരെയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചു. പ്രഭാമയിയാവട്ടെ തുടർന്നും ഉജ്ജയിനിയിൽ തന്നെ കഴിയാനാണ് ഇഷ്ടപ്പെട്ടത്. വിക്രമാദിത്യ പത്നിയായി അവൾ കൊട്ടാരത്തിൽ കഴിഞ്ഞു. ദീർഘമായ കഥ ഉപസംഹരിച്ചിട്ട് സാലഭഞ്ജിക ഭോജരാജാവിനോട് ചോദിച്ചു, ഇത്രയും ധീരനും പരകാര്യ തൽപരനുമായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ 1001 മഹത്വം അങ്ങേക്കുണ്ടോ? ഇല്ലെങ്കിൽ ഈ സിംഹാസനത്തോടുള്ള മോഹം അവസാനിപ്പിക്കുകയല്ലേ നല്ലത്? ഭോജരാജാവ് അതിന് മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അന്നത്തെ സിംഹാസനാരോഹണ ചടങ്ങ് അതോടെ പരിസമാപിച്ചു.